പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 24 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വാർത്തകളാണ്. ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠ അവാർഡ്. വരുണ എന്ന എക്സസൈസ്, ഇത് ഏത് രാജ്യം തമ്മിലുള്ള എക്സസൈസ് ആണ് ഇപ്പോൾ മാർച്ച് 22 അവസാനിച്ചിട്ടുള്ളത്. ആന്തോറിയം പൂക്കൾ മിസോറാം കയറ്റുമതി ചെയ്തു. ഏത് രാജ്യത്തേക്കാണ് മിസോറാം ആദ്യമായിട്ട് ആന്തോറിയം പൂക്കൾ കയറ്റുമതി ചെയ്തിട്ടുള്ളത്, എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഈ പ്രാവശ്യത്തെ സംഗീത കലാനിധി അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് JDS കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഹിന്ദി റൈറ്റർ വിനോദ് കുമാർ ശുക്ല വിൻസ് ജ്ഞാനപീഠ അവാർഡ്. ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 59ാമത് ജ്ഞാനപീഠ അവാർഡിനെ ആരെയാണ് തിരഞ്ഞെടുത്തത്? വിനോദ് കുമാർ ശുക്ല. 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് പ്രഖ്യാപിച്ചു. ഈ അവാർഡ് ഈ പ്രാവശ്യം, അതായത് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുള്ളത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. 59ാമത്തെ ജ്ഞാനപീഠ അവാർഡാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണ് 59ാമത്തത്. ഛത്തീസ്ഗഡ് നിന്നുള്ള ആദ്യ എഴുത്തുകാരനും അവാർഡ് ലഭിക്കുന്ന 12ാമത് ഹിന്ദി എഴുത്തുകാരനും ആരാണ്? വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തിക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദി റൈറ്റേഴ്സിൽ 12ാമത്തെ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന, ഈ പ്രാവശ്യത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജ്ഞാനപീഠ ലഭിക്കുന്ന വ്യക്തി. 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഉറുദു കവി ഗുൽസാറും സംസ്കൃത പണ്ഡിതനുമായ ജഗദ്ഗുരു റാം ഭദ്രാചാര്യ. 58ാമത്തത് രണ്ടുപേർക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറും സംസ്കൃത പണ്ഡിതനുമായ ജഗദ്ഗുരു റാം ഭദ്രാചാര്യാണ്. എന്നിവർക്കാണ്. 59ാമത്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ദീവാർ മേ ഏക് ഖിർക്കി രഹ്തി ഹൈ, നൗകർ കി കമ്മീസ്, സബ് കുച്ച് ഹോന ബച്ചാ രഹേഗ എന്നിവയുടെ രചയിതാവ് ആരാണ്? വിനോദ് കുമാർ ശുക്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വിനോദ് കുമാർ ശുക്ല, അദ്ദേഹം ഹിന്ദി ഓതറും ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഈ ഒരു കവിയുടെ പുസ്തകങ്ങളാണ് ദീവാർ മേ ഏക് ഖിർക്കി രഹ്തി ഹൈ, നൗകർ കി കമ്മീസ്, സബ് കുച്ച് ഹോന ബച്ചാ രഹേഗ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: തവസ്യ ദ ഫോർത്ത് ക്രിവാക് ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ലോഞ്ച്ഡ് ഇൻ ടു ദി വാട്ടർ. ക്രിവാസ് ക്ലാസ് സ്റ്റെൽത്ത് വിഭാഗത്തിൽപ്പെട്ട 4ാമത്തെ ഫ്രിഗേറ്റ് ആയ തവസ്യ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ഇതായത് ഇന്ത്യൻ ഡിഫൻസുമായി ബന്ധപ്പെട്ട്, നേവിയെ ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 1135.6 പ്രൊജക്ടിന് കീഴിലുള്ള 2ാമത്തെ ഫ്രിഗേറ്റ് തവസ്യ ഇന്ത്യൻ നാവികസേനക്കായി ലോഞ്ച് ചെയ്തത് ഏത് തീയതിയിലാണ്? 2025 മാർച്ച് 22. 2025 മാർച്ച് 22-ാം തീയതി ഇന്ത്യൻ നേവിക്ക് വേണ്ടി 1135.6 എന്ന ആ ഒരു പ്രൊജക്ടിന് കീഴിൽ 2ാമത്തെ കപ്പൽ പുറത്തിറക്കി. ഇതൊരു യുദ്ധക്കപ്പലാണത്. ഇന്ത്യൻ നാവികസേനക്കായി നിർമ്മിച്ച തവസ്യ ഏത് ഷിപ്പിംഗ് കമ്പനിയാണ് നിർമ്മിച്ചത്? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഷിപ്പിംഗ് മേഖലയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗോവ ഷിപ്പ്യാർഡ്, കൊൽക്കത്തയിലുള്ള GRC ഷിപ്പ്യാർഡ്, വിശാഖപട്ടണം, മുംബൈ, ഇവയെല്ലാം കപ്പലുകൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ കമ്പനീസ് ആണ്. ഇതിൽ ഇപ്പോൾ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ് തവസ്യ എന്ന യുദ്ധക്കപ്പൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് 2ാമത്തെ കപ്പലാണത്. 1135.6 പ്രൊജക്ടിന് കീഴിൽ ഇന്ത്യൻ നാവികസേനക്കായി വിക്ഷേപിച്ച ആദ്യ കപ്പലിന്റെ പേരെന്താണ്? ട്രൈപൂട്സ്. ജൂലൈ 2024. കഴിഞ്ഞ വർഷം ജൂലൈ 2024 ട്രൈപൂഡ് എന്ന് പറയുന്ന ഒരു കപ്പൽ പുറത്തിറക്കിയിട്ടുള്ളത്. 2ാമത്തെ കപ്പൽ ആണിപ്പോൾ തവസ്യ എന്ന കപ്പൽ പുറത്തിറക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദി എക്സസൈസ് വരുണ വാസ് ഹെൽഡ് ഫ്രം മാർച്ച് 19 to 22. മാർച്ച് 19 മുതൽ 22 വരെയായിരുന്നു വരുണ എന്ന അഭ്യാസം നടന്നിട്ടുള്ളത്. ഒരു നേവൽ എക്സസൈസ് ആണത്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ് നേവൽ എക്സസൈസ്, മിലിറ്ററി എക്സസൈസ്, ആർമി എക്സസൈസ് എന്നിവയെല്ലാം. വരുണ എന്ന എക്സസൈസ്, ഇത് ഏത് രാജ്യം തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 23ാമത് ദ്വിരാഷ്ട്ര നാവികാഭ്യാസമായ വരുണ ഇന്ത്യയും ഏത് രാജ്യം തമ്മിലായിരുന്നു? ഫ്രാൻസ്. ഫ്രാൻസ്, ഇന്ത്യ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്, ഒരു നേവൽ എക്സസൈസ് ആണ് വരുണ. ഈ കഴിഞ്ഞ മാർച്ച് 19 മുതൽ
22 വരെയായിരുന്നു വരുണ എന്ന എക്സസൈസ്. 2025 ഇന്ത്യൻ നാവികാഭ്യാസമായ വരുണയുടെ പേര് INS വിക്രാന്ത്. INS വിക്രാന്ത് എന്ന ഇന്ത്യൻ നേവിയുടെ വിമാനവാഹിനി കപ്പൽ ആണ് ഈ പ്രാവശ്യത്തെ നേവൽ എക്സസൈസ് ആയിട്ടുള്ള വരുണ എന്ന എക്സസൈസിൽ പങ്കെടുത്തിട്ടുള്ളത്. 23ാമത് ദ്വിരാഷ്ട്ര നാവികാഭ്യാസമായ വരുണ 2025 മാർച്ച് 19 മുതൽ മാർച്ച് 22 വരെ എവിടെയാണ് നടന്നത്? ഗോവയുടെ തീരത്ത്, ഓഫ് ദ കോസ്റ്റ് ഓഫ് ഗോവ. ഗോവയുടെ തീരത്തായിരുന്നു ഈ പ്രാവശ്യത്തെ മാർച്ച് 19 മുതൽ 22 വരെ നടന്നിട്ടുള്ള എക്സസൈസ്. INS വിക്രാന്ത് അതുപോലെ തന്നെ മറ്റു ചില കപ്പലുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇന്ത്യ ഫ്രാൻസിന്റെ ഒരു എക്സസൈസ് ആണ് വരുണ എന്ന് പറയുന്ന എക്സസൈസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫസ്റ്റ് എവർ എക്സ്പോർട്ട് ഓഫ് ആന്തൂറിയം ഫ്ലവേഴ്സ്. ആന്തൂറിയം പൂക്കളുടെ ആദ്യ കയറ്റുമതി. മിസോറാം എന്ന സംസ്ഥാനം ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സ്പോർട്ടിംഗ് ആണ് ആന്തൂറിയം. ഏത് രാജ്യത്തേക്കാണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ മിസോറാമിൽ നിന്ന് ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ആന്തൂറിയം പൂക്കൾ കയറ്റുമതി ചെയ്തത്? സിംഗപ്പൂർ എന്ന രാജ്യത്തേക്കാണ് ആന്തൂറിയം എന്ന ഫ്ലവർ, അതായത് ഇപ്പോൾ പൂക്കൾ ഇത്രയും പ്രാധാന്യം ഫ്ലോറ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫ്ലോറികൾച്ചർ ഇന്നിപ്പോൾ വളരെയധികം അത് ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോറികൾച്ചർ അനുസരിച്ച് ഇപ്പോൾ ആന്തൂറിയം എന്ന പൂക്കൾ ആണ് എക്സ്പോർട്ട് നടത്തിയിട്ടുള്ളത്. അത് സിംഗപ്പൂരിലേക്കാണ്. മിസോറാമിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ആദ്യമായി ആന്തൂറിയം പൂക്കൾ കയറ്റുമതി ചെയ്യാൻ ആരംഭിച്ച സംഘടന ഏതാണ്? അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, ആപെഡ. ഇന്നിപ്പോൾ എക്സ്പോർട്ടിംഗ് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടും വഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് APEDA എന്നറിയപ്പെടുന്ന അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇതനുസരിച്ചാണ് ആപെഡ അതുപോലെ തന്നെ മിസോറാമിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുള്ള ഒരു മുൻകൈ ആണ്, അതായത് സിംഗപ്പൂരിലേക്ക് അയച്ചിട്ടുള്ള ആന്തൂറിയം എന്ന പൂക്കൾ. ഏത് വർഷത്തിലാണ് കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സ്ഥാപിതമായത്? 1985. 1985 അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്നിപ്പോൾ എക്സ്പോർട്ടിംഗ് മേഖലയിലേക്ക് ഇന്ത്യയിലെ കർഷകരെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു സംഘടനയാണ് ആപെഡ എന്ന് പറയുന്ന അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇതനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സിംഗപ്പൂരിലേക്കാണ് മിസോറാമിൽ നിന്ന് ആന്തൂറിയം എന്ന പൂക്കൾ കയറ്റുമതി ചെയ്തിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വയലിനിസ്റ്റ് RK ശ്രീറാം കുമാർ ചോസൻ ഫോർ സംഗീത കലാനിധി അവാർഡ്. വയലിനിസ്റ്റ് RK ശ്രീറാം കുമാറിനെ സംഗീത കലാനിധി അവാർഡ് തിരഞ്ഞെടുത്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സംഗീത അക്കാദമിയുടെ സംഗീത കലാനിധി അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? RK ശ്രീറാം കുമാർ, വയലിനിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വയലിനിസ്റ്റ് ആയിട്ടുള്ള RK ശ്രീറാം കുമാർ. ഇദ്ദേഹം കർണാടക സ്വദേശിയാണ്. ഇദ്ദേഹത്തിനാണ് സംഗീത കലാനിധി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മ്യൂസിക് അക്കാദമിയെ ബന്ധപ്പെട്ട ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സംഗീത അക്കാദമിയുടെ സംഗീത കലാനിധി അവാർഡ് ആരാണ് സ്ഥാപിക്കുന്നത്? മദ്രാസ് മ്യൂസിക് അക്കാദമി. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ഒരു അവാർഡ് ആണ് സംഗീത കലാനിധി അവാർഡ്. ഇത് നൽകുന്നത് മ്യൂസിക് അക്കാദമിയാണ്, അതായത് മദ്രാസ് മ്യൂസിക് അക്കാദമി നൽകുന്ന ഒരു അവാർഡ് ആണത്. മദ്രാസ് സംഗീത അക്കാദമി സ്ഥാപിതമായ വർഷം 1928 ഓഗസ്റ്റ് 18. അതായത് ഏതാണ്ട് 100 വർഷം ആകാൻ പോകുന്ന ഒരു അക്കാദമിയാണ് മദ്രാസ് മ്യൂസിക് അക്കാദമി. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ മ്യൂസിക്കായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ് സംഗീത കലാനിധി അവാർഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് വയലിനിസ്റ്റ് ആയിട്ടുള്ള RK ശ്രീറാം കുമാറിനാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് വേൾഡ് TB ഡേ 2025. ലോക ക്ഷയരോഗ ദിനം 2025. ഇന്ന് മാർച്ച് 24. ഇന്ന് വേൾഡ് TB ഡേ ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോക ക്ഷയരോഗ ദിനം വർഷം തോറും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? മാർച്ച് 24. മാർച്ച് 24 തീയതിയാണ് എല്ലാ വർഷവും വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1992 മുതൽ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതാണ്ട് 10 മില്യൺ പീപ്പിൾ, അതായത് 10 ദശലക്ഷം ആളുകൾ ഇന്ന് TB ആയി ബന്ധപ്പെട്ട ഈ ഒരു ഡെഡ്ലി ഡിസീസ് ബാധിച്ചവരാണ്.
ഇതനുസരിച്ച് ഇന്നിപ്പോൾ നിരവധി കാര്യങ്ങളാണ് ട്യൂബർ ബാസിലിസ് എന്ന് പറയുന്ന ഈ അസുഖം കുറയ്ക്കുന്നതിന് വേണ്ടി, ക്ഷയരോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ വേൾഡിലെ യുണൈറ്റഡ് നേഷൻസ് എന്നിവയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. പ്രതിജ്ഞാബദ്ധത പുലർത്തുക, നിക്ഷേപിക്കുക, വിതരണം ചെയ്യുക എന്നതാണ് ഈ പ്രാവശ്യത്തെ തീം. 2025 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേയുടെ തീം ആണ് യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നതാണ് 2025 തീം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.